ഹലോ, വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം, നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം ഇനി വന്ന് അടുത്തോണ്ടിരിക്കുക അല്ലെ. ഇനിയിപ്പം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇനിയുള്ള സമയം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പാടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. നമ്മുടെ മുന്നിൽ ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ഈ സമയത്തിനുള്ളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലബസ് തീർക്കാനായിട്ട് പറ്റും. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ കീയിൽ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാസ്റ്റർ കീയുടെ റാങ്ക് ഫയൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം പുതിയ റിവിഷൻ പെട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾ മടിച്ചു നിൽക്കരുത്. മടിച്ചു നിൽക്കും തോറും നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ PSC അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്ക് സാധാരണയായി ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് വരുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ആദ്യം ഞാൻ കാണിക്കും. നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിനുശേഷം ഞാൻ ഈ ഒരു ഏരിയയുടെ ക്ലാസ് എടുക്കും. ക്ലാസ്സിന് ശേഷം ഇതേ ക്വസ്റ്റ്യനുകൾ തന്നെ നിങ്ങളെ കാണിക്കും. നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? ആൻസർ ചെയ്യും. ഷുവർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യം ക്വസ്റ്റ്യൻ കാണിക്കും. ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. പറ്റുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട, ക്ലാസ് മുഴുവനായും കാണുക. ക്ലാസ്സിന് അവസാനം ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? ശരിയാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഡീല് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയയാണ്. തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്കറിയാം, എല്ലാ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട് എങ്കിൽ അതിൽ എന്താണ്? ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും വരും അല്ലെ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഷുവർ ആണ്. നമുക്കറിയാം ഏതെങ്കിലും ഒരു തിയറിയിൽ നിന്ന്, അത് നമുക്കറിയാം എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ഡിഫറെന്റ് 3-4 ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വന്ന ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. PSCക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു അസേർഷൻ റീസൺ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഒരിക്കൽ വന്നിരുന്നു. ഈ അസേർഷൻ റീസൺ നോക്കിയാൽ എന്താ പറഞ്ഞേക്കുന്നത്? അസേർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, increase the proportion of debt in the firm's capital structure, reduce the overall cost of capital. ഒരു ഫേമിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റിന്റെ ഇക്വിറ്റിയുടെയും പ്രപ്പോർഷൻ ആണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ പ്രപ്പോർഷന്റെ അകത്ത് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇൻക്രീസ് ദ പ്രപ്പോർഷൻ ഇൻ ഡെപ്റ്റ്. ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാ പറഞ്ഞത്? റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യും എന്നാണ് അസേർഷൻ പറഞ്ഞേക്കുന്നത്. റീസൺ നോക്കിയേ. റീസൺ ആയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഡെപ്റ്റ് എന്ന് പറയുന്നത്, ഡെപ്റ്റ് അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ജനറലി ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ജനറലി എന്തിനേക്കാളും കുറവാണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാളും കുറവാണ് എന്നാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. മക്കളെ, ഏത് ആൻസർ വരുന്നത്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ ആണോ? അസേർഷൻ ട്രൂവും റീസണും ട്രൂ ആണ്. പക്ഷെ റീസൺ കറക്റ്റ് ആയിട്ട് അസേർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാണോ? അതോ അസേർഷൻ ട്രൂ ആണ് റീസൺ ഫോൾസ് ആണെന്നാണോ? അതോ അസേർഷൻ ഫോൾസ് ആണ് റീസൺ ട്രൂ ആണെന്നുള്ളതാണോ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏത് തിയറി പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി പഠിച്ചിരുന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. വിഷമിക്കേണ്ട, അറിയാൻ മേലാത്തവർ വിഷമിക്കേണ്ട. ഇന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ പറയും. പിന്നെ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നേക്കുവാണ്. സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് the value of the firm depend upon its capital structure. net income approach അനുസരിച്ച് വാല്യൂ ഓഫ് ദ ഫേം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞേക്കുന്നത്? അണ്ടർ ദ നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് ദ വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യാപിറ്റൽ സ്ട്രക്ചർ. ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയത്തില്ല. രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് നോക്കുക. എന്താ പറഞ്ഞേക്കുന്നത്? The net income approach assumes that, net income approach ന്റെ assumptions ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. Net income approach assumes that cost of debt and cost of equity remain constant.
കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും റിമൈൻ കോൺസ്റ്റന്റ് ആണെന്നുള്ള ഒരു അസംഷൻ എന്തിനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? നെറ്റ് ഇൻകം അപ്രോച്ചിന് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ച് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി തന്നെയാണ് ഏതാന്ന് പറയുന്നത് നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. അത് പഠിച്ച ആളുകൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് 1 ശരിയും സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസും സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്നാണ് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, അവസാനത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. മക്കളെ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇപ്പൊ വരുന്നത്. പഴയതുപോലെ എന്താണ് ഡാഷ് ഇട്ടുകൊണ്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒക്കെ ക്വസ്റ്റ്യനുകളൊക്കെ മാറി. ഇപ്പം അസേർഷൻ റീസണും സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ അസംഷൻ ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച്? കണ്ടോ, നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ അസംഷൻ ആയിട്ട് വരുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ടാക്സ് ഈസ് സിഗ്നിഫിക്കന്റ്ലി അഫക്ട്സ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ടാക്സസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ അഫക്ട് ചെയ്യും എന്നുള്ളത് ഒരു നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ അസംഷൻ ആണോ? അതോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസസ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണോ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഡെപ്റ്റ് പ്രപ്പോർഷൻ ഇൻക്രീസ് ചെയ്യുമെന്നാണോ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണോ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണോ? ഏതാണ് നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ചുള്ള അസംഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തറിഞ്ഞിരിക്കണം? നെറ്റ് ഇൻകം അപ്രോച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ഒന്നും മാർക്ക് നമുക്ക് നഷ്ടപ്പെടത്തില്ല. അടുത്തത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിയേ. എ കമ്പനി ഹാസ് ഡിസൈഡഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഡെപ്റ്റ് പ്രപ്പോർഷൻ. കമ്പനിയുടെ ഡെപ്റ്റ് പ്രപ്പോർഷൻ കമ്പനി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ടു റെഡ്യൂസ് ഇറ്റ്സ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് കമ്പനി എന്താണ്, കമ്പനിയുടെ ഡെപ്റ്റ് പ്രപ്പോർഷൻ ഇൻക്രീസ് ചെയ്ത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ബേസ്ഡ് ഓൺ നെറ്റ് ഇൻകം അപ്രോച്ച്. ഏത് അപ്രോച്ച് ബേസ് ചെയ്തുകൊണ്ട്? നെറ്റ് ഇൻകം അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ if the debt proportion is increased too much? ഒരുപാട് ഡെപ്റ്റ് പ്രപ്പോർഷൻ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ചാണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ അപ്രോച്ച് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണോ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ അപ്രോച്ച് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കനോട്ട് ഈക്വൽ ഇറ്റ് ആണോ? ദ വാല്യൂ ഓഫ് ദ ഫേം വിൽ ഡിക്രീസ് ആണോ? ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വിൽ സ്റ്റാർട്ട് ഇൻക്രീസിങ് റാപ്പിഡ്ലി ആണോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഏരിയ പഠിച്ചു കഴിയുമ്പോൾ ഇതും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ ക്വസ്റ്റ്യനുകൾ കാണിച്ചു തന്നിരിക്കുന്ന ഇതുപോലുള്ള ക്വസ്റ്റ്യനുകളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഈ ഏരിയയുടെ പ്രാധാന്യം മനസ്സിലാക്കി വെക്കുക. ഈ പ്രാധാന്യത്തിൽ തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു ഏരിയ കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത നോക്കിയാൽ അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. Then reason പറഞ്ഞേക്കാണ് cost of debt is generally lower than cost of equity and increase the debt reduces the overall cost of capital. അതായത് എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ലോവർ ദാൻ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതുകൊണ്ട് തന്നെ ഇൻക്രീസ് ദ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുമെന്നാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. മക്കളെ ആൻസർ ഏതാണ് എന്ന് ഓർത്ത് വെക്കുക, നോക്കി വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻ കണ്ടു. ഈ 4 ക്വസ്റ്റ്യനുകൾ നമ്മൾ ലാസ്റ്റ് ആൻസർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആ ഒരു ഏരിയ പഠിക്കാനായിട്ട് പോവുകയാണ്. കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, കൃത്യമായി മനസ്സിലാക്കി പോകണം. ഇവിടെ നോക്കിയേ, തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. Equity and debt capital are the two major sources of long-term funds for a firm. ഒരു ഫേമിന്റെ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് സോഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഏതെന്ന് പറയുന്നത്? ഡെപ്റ്റും ഇക്വിറ്റിയും. ഓർത്തു വെക്കുക, ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ക്യാപിറ്റൽ ആർ ദ two major sources of long-term funds for a firm. The theories of capital structure suggest that the proportion of debt to equity in the capital structure. അപ്പോൾ theories of capital structure എന്താ പറയുന്നത്? theories of capital structureനകത്ത് അവർ ഡിഫൈൻ ചെയ്യുന്ന അല്ലെ അവർ പറയുന്നത് എത്രത്തോളം ഡെപ്റ്റിന്റെ അല്ലെങ്കിൽ എത്രത്തോളം ഇക്വിറ്റിയുടെ പ്രപ്പോർഷൻ വേണം എന്നുള്ള കാര്യത്തെയാണ് ഏതിൽ പറയുന്നത്? theories of capital structureനകത്ത് അവർ സ്പെസിഫൈ ചെയ്യുന്നത്. ഓർത്തു വെക്കുക, ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ആർ equity and debt capital are the two major sources of long-term funds for a firm. The theories of capital structure suggest the proportion of equity and debt in capital structure. And then the theories of capital structures are based on certain assumptions.
ഓർത്ത് വെച്ചോണേ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Theories of capital structures are based on certain assumption. Theories of capital structureന്റെ ബേസിക് ആയിട്ടുള്ള അസംഷനുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. റിട്ടൻഷൻ റേഷ്യോ, റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന അല്ലെ, റിട്ടൻഷൻ റേഷ്യോ എന്താണ്? നില്ലായിരിക്കും. റിട്ടൻഷൻ റേഷ്യോ ഉണ്ടായിരിക്കോ? ഇല്ല. റിട്ടൻഷൻ റേഷ്യോ നില്ലായിരിക്കും. അതായത് ടോട്ടൽ പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. അതായത് ആ ഒരു ഫേമിന് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ മക്കളെ? റീറ്റെയിൻ ചെയ്യുന്നില്ല. റിട്ടൻഷൻ റേഷ്യോ നില്ലാണ് എന്നത് ഏതിന്റെ അസംഷൻ ആണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിന്റെ അസംഷൻ ആണ്. ഓർത്തു വെക്കണം, റിട്ടൻഷൻ റേഷ്യോ നില്ലാണ്. നോ കോർപ്പറേറ്റ് ഓർ പേഴ്സണൽ ടാക്സ്. നോ കോർപ്പറേറ്റ് ഓർ പേഴ്സണൽ ടാക്സ്. കോർപ്പറേറ്റ് ടാക്സോ പേഴ്സണൽ ടാക്സോ ഉണ്ടായിരിക്കുമോ? ഇല്ല. ടാക്സ് ആബ്സെൻസ് ആണ് അല്ലെ. അതിന് നോ കോർപ്പറേറ്റ് ഓർ പേഴ്സണൽ ടാക്സ് എന്നുള്ളത് രണ്ടാമത്തെ അസംഷൻ ആണ്. ആൻഡ് തേർഡ് അസംഷൻ ആണ് ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടോ? ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ആബ്സെൻസ് ആണ്. ഓർത്ത് വെച്ചേക്കാം, 3 അസംഷനുകളാണ്. റിട്ടൻഷൻ റേഷ്യോ നില്ലാണ്. ടോട്ടൽ പ്രോഫിറ്റും എന്ത് ചെയ്യുകയാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഡിവിഡൻഡ് ആയിട്ട്. അതുപോലെ തന്നെ എന്താണ്? നോ കോർപ്പറേറ്റ് ടാക്സ് ഓർ പേഴ്സണൽ ടാക്സ്, ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയെ പ്രധാനമായിട്ടും റെലവൻസ് തിയറി എന്നും ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറലവൻസ് തിയറി എന്നും അതർ തിയറി എന്നും പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ രണ്ടെണ്ണം വളരെ പ്രാധാന്യമുള്ളതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറികളെ പ്രധാനമായിട്ടും ക്യാപിറ്റൽ സ്ട്രക്ചർ റെലവൻറ്റ് തിയറി എന്നും ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറലവൻറ്റ് തിയറി എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റെലവൻസ് തിയറിയിൽ വരുന്നതാണ് നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ച്, NI അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും വരുന്നത് ഏതിലാണ്? റെലവൻസ് തിയറിയിലാണ്. ഓർത്ത് വെച്ചോണം, ചോദിക്കുന്നതാണ്, ചോദിച്ചിട്ടുണ്ട്. റെലവൻസ് തിയറിയിൽ വരുന്നത് ഏതൊക്കെയാണ്? പഠിച്ച മക്കളെ, ഏതൊക്കെയാണ് റെലവൻസ് തിയറിയിൽ വരുന്നത്? ഏതൊക്കെയാണ്? നെറ്റ് ഇൻകം അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും. നെറ്റ് ഇൻകം അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും ഓർത്ത് വെച്ചോണം. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിലെ റെലവൻസ് തിയറിയിൽ വരുന്ന 2 അപ്രോച്ചുകൾ ഏതൊക്കെയാണ്? നെറ്റ് ഇൻകം അപ്രോച്ച് അഥവാ NI അപ്രോച്ച് ആൻഡ് ട്രഡീഷണൽ അപ്രോച്ച്. എടാ പഠിക്കാതിരിക്കരുതേ, ഓർത്ത് വെച്ചോണം. റെലവൻസിനകത്ത് 2 എണ്ണം, നെറ്റ് ഇൻകം, ട്രഡീഷണൽ. അങ്ങനെയാണെങ്കിൽ ഇറലവൻസിലും 2 എണ്ണം ഉണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, NOI അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, മൊഡിഗ്ലാനി മില്യൺ അപ്രോച്ച് അഥവാ MM ഹൈപ്പോത്തീസിസ് അല്ലെങ്കിൽ MM അപ്രോച്ച്. ഓർത്ത് വെച്ചേ, ഇറലവൻസിനകത്ത് വരുന്ന ഏതാണ്? ഇറലവൻസിനകത്ത് വരുന്ന ഏതാണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. മാറിപ്പോകരുത്. ഇറലവൻസ് തിയറി, ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഇറലവൻസ് തിയറിയിൽ വരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും മൊഡിഗ്ലാനി മില്യൺ അപ്രോച്ച് അഥവാ MM ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് അതർ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ വരുന്നതാണ് ട്രേഡ് ഓഫ് തിയറീസും ഉണ്ട്, പിക്കിംഗ് ഓർഡർ തിയറീസും ഉണ്ട്. ഓർത്ത് വെക്കുക, അതിന് പ്രാധാന്യമില്ല. ഈ 2 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, റെലവൻസും ഇറലവൻസും. റെലവൻസ് തിയറിയിൽ വരുന്നത് നെറ്റ് ഇൻകം അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും, ഇറലവൻസ് തിയറിയിൽ വരുന്ന നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും മൊഡിഗ്ലാനി മില്യൺ അപ്രോച്ചും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ അപ്രോച്ച് ആണ്. ഓൾമോസ്റ്റ് 80% ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് 80% ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുത്തു കഴിയുമ്പോൾ മോസ്റ്റ് പ്രോബബിലി ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് അല്ലെങ്കിൽ MM അപ്രോച്ച്. ഈ 2 എണ്ണത്തിൽ നിന്നാണ് കൂടുതലായിട്ട് കയറി ചോദ്യം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, നെറ്റ് ഇൻകം അപ്രോച്ച് അതിൻ്റെതായ ഒരു പ്രാധാന്യത്തിൽ തന്നെ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. നെറ്റ് ഇൻകം അപ്രോച്ച്, ഈ ഒരു അപ്രോച്ച് ഡിറൈവ് ചെയ്തത് ആരാണ്? ഡേവിഡ് ഡ്യൂറൻ ആണ് അല്ലെ. ഡേവിഡ് ഡ്യൂറൻ, ആ പേര് ഓർത്ത് വെച്ചോണം കേട്ടോ. As suggested by David Duran, this theory suggests that the theory is a relationship between capital structure and value of the firm.
എടാ എന്താടാ ഞാൻ പറഞ്ഞത്? ഈ നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? റെലവൻസ് തിയറിയാണ്. റെലവൻസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറും വാല്യൂ ഓഫ് ദ ഫേമും തമ്മിൽ ബന്ധമുണ്ട്. എന്തൊക്കെ തമ്മിൽ ബന്ധമുണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചറും വാല്യൂ ഓഫ് ദ ഫേമും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്ന തിയറിയാണ് ഏത് തിയറി? നമ്മളുടെ നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. ഹിയർ എന്താണ് ഈ ഒരു തിയറി സജസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ഡേവിഡ് ഡ്യൂറന്റ് ആണ്. ഈ ഒരു തിയറി അനുസരിച്ച് അദ്ദേഹം പറയുന്നത് there is a relationship between ആരൊക്കെ തമ്മിലാണ്? ക്യാപിറ്റൽ സ്ട്രക്ചറും വാല്യൂ ഓഫ് ദ ഫേമും. ഇവിടെ നോക്കുക, a firm name increases the total value of the firm lowering its cost of capital. അതായത് ഒരു ഫേമിന് അതിന്റെ ടോട്ടൽ വാല്യൂ കൂട്ടണമെങ്കിൽ, ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം? അതിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തിരിക്കണം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചാലാണ് വാല്യൂ ഓഫ് ദ ഫേം കൂട്ടാൻ പറ്റുന്നത് എന്ന് പറയുന്ന തിയറിയാണ് ഏതാണ് മക്കളെ ഞാൻ പറഞ്ഞത്? ഏതാണ്? നെറ്റ് ഇൻകം അപ്രോച്ച്. ഇവിടെ നോക്കിയേ, ദിസ് തിയറി ബിലീവ്സ് ദാറ്റ്, ഓർത്തു വെക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു തിയറി അനുസരിച്ച് ഇവര് ബിലീവ് ചെയ്യുന്നത്, ഈ ഒരു തിയറി അനുസരിച്ച് ഇവര് കൺസിഡർ ചെയ്യുന്നത്, this theory believes that cost of debt is lower than cost of equity. Cost of debt is lower than cost of equity. ഏതിനകത്താണ്? നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് അവര് ബിലീവ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാളും കുറഞ്ഞതാണ്, അല്ലെ? ദിസ് തിയറി ബിലീവ്സ് ദാറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആസ് ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമുക്കറിയാം ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും, അല്ലെ, ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും കോമ്പിനേഷൻ അല്ലെ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് എന്ത് ചെയ്യാണ്? ഡെപ്റ്റ് എമൗണ്ട് ഇൻക്രീസ് ചെയ്യാണ്. ആസ് ദ ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻക്രീസസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് കൂട്ടുകയാണ്? ഡെപ്റ്റ് കൂട്ടുകയാണ് എങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? will leads to increases total value of the firm increase. ഓർത്ത് വെച്ചേ, എന്താണ്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. അത് എന്തിലേക്ക് നയിക്കും? ഓവറോൾ കോസ്റ്റ് ഓഫ് ഓവറോൾ വാല്യൂ, ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ്, അല്ലെ, നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അല്ലെ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് തന്നെ എഴുതാം. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ ആണല്ലോ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കുറയും? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്താണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യും? വാല്യൂ ഓഫ് ദ ഫേം, അല്ലെ, ഫേമിന്റെ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആയോ മക്കളെ? ഒരു ഫേമില് ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പം എന്ത് കുറയും? നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. അപ്പൊ എന്ത് കൂടും? വാല്യൂ ഓഫ് ദ ഫേം കൂടും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദിസ് തിയറി ബിലീവ്സ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാളും കുറവായിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് കൂടുതലായിട്ട് ഒരു ഫേമിന് യൂസ് ചെയ്യുമ്പോൾ അന്നേരം എന്ത് കുറയും? കോസ്റ്റ് ഓഫ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. എന്ത് കൂടും? ഫേമിന്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും. ഇത് പല രീതിയിൽ നമുക്ക് ഇതേ മീനിങ് തന്നെ പല രീതിയിൽ പല സെൻസുകളായിട്ട് തരാറുണ്ട്. ഇവിടെ നോക്കിയേ, ദിസ് തിയറി ഈസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഡ്യൂറന്റ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡേവിഡ് ഡ്യൂറന്റ് ആണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് KE തിയറി. അപ്പൊ ഇനി എവിടെയെങ്കിലും ഫിക്സഡ് KE തിയറി അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് KE തിയറി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഏതാ മക്കളെ ഫിക്സഡ് KE തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളുടെ ഏതാണ് നമ്മളുടെ നെറ്റ് ഇൻകം അപ്രോച്ച് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അക്കോർഡിംഗ് ടു ദിസ് തിയറി എ കമ്പനി ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ദ ഫേം. ഈ തിയറി അനുസരിച്ച് ഒരു ഫേമിന് എന്ത് ചെയ്യാണ്? ആ ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണം ആൻഡ് ഇൻക്രീസ് ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ്. നേരത്തെ പറഞ്ഞ കാര്യത്തെ തിരിച്ചു പറഞ്ഞേക്കുമല്ലേ മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഒരു ഫേമിന്
എന്താ കൂട്ടണം? ഫേമിന്റെ വാല്യൂ കൂട്ടണം. വാല്യൂ ഓഫ് ദ ഫേം കൂട്ടണമെങ്കിൽ എന്ത് കുറയ്ക്കണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കൂട്ടണം? ഡെപ്റ്റ് പ്രപ്പോർഷൻ കൂട്ടണം. ഇത് തന്നെയല്ലേ മക്കളെ നേരത്തെ പറഞ്ഞത്? അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, this theory believes that this theory എന്താണ്, according to this theory a company can increases the value of the firm. ഒരു ഫേമിന് അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് കുറയ്ക്കണം? റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം? ഇൻക്രീസ് ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. മാക്സിമം എക്സ്റ്റെൻഡ് വരെ, മാക്സിമം പോസിബിൾ എക്സ്റ്റെൻഡ് വരെ നമ്മൾ എന്ത് കൂട്ടുക? ഡെപ്റ്റ് പ്രപ്പോർഷൻ കൂട്ടുക. നെറ്റ് ഇൻകം തിയറി, നെറ്റ് ഇൻകം അപ്രോച്ച്, ഡെപ്റ്റ് ഈസ് ജനറലി എ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട്. ഓർത്ത് വെച്ചോണം, നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് അവർ അസ്യൂം ചെയ്യുന്നത് ഡെപ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിയേ, when a firm increases the proportion of debt, when a firm increases the proportion of debt അല്ലെങ്കിൽ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചീപ്പർ സോഴ്സ് ആയിട്ടുള്ള ഡെപ്റ്റ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. The optimum capital structure such as the firm will the point at which the overall cost of capital is minimum and the value of the firm maximum. ഓർത്ത് വെക്കുക, ഒരു ഫേമില് ഡെപ്റ്റിന്റെ കൂട്ടുകയാണെങ്കിൽ എന്ത്? കോസ്റ്റ് കുറയും അല്ലെ? കോസ്റ്റ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്തും. അതിനുശേഷം എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആകുകയും വാല്യൂ ഓഫ് ദ ഫേം മാക്സിമത്തിൽ എത്തുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഒരേ കാര്യം തന്നെ പല പല രീതിയിലാണ്, പല ടെക്സ്റ്റിനകത്ത് പല രീതിയിലാണ് സെന്റൻസ് കിടക്കുന്നത്. മീനിങ് സെയിം തന്നെയാണ്, ഓർത്ത് വെക്കുക. ഇനി എന്താണ്? ദിസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ് അപ്പോൺ ദി, അപ്പോൾ ഓർത്ത് വെച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ് അപ്പോൺ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന തിയറിയാണ് എന്ന് പറയുന്നത് നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് എന്താണ്? ഒരു ഫേമിന്റെ എന്താണ്? ഫേംസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ? വാല്യൂ ഓഫ് ദ ഫേം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അനദർ വേർഡ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ഈസ് റെലവന്റ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്ന് പറയുന്നത് റെലവന്റ് ആണ് എന്ന് പറയുന്ന തിയറിയാണ് നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഈ നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ അസംഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ അസംഷൻസ് ആണ്. The net income approach is based on the following assumption. Net income approach ന്റെ assumptions ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. Which of the following is not an assumption of net income approach എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. Net income approachന്റെ assumption ആയിട്ടുള്ളതാണ് the cost of debt. ഓർത്ത് വെച്ചോണം, the cost of debt is lower than cost of equity. Cost of debt is lower than cost of equity. There is no tax. അവിടെ എന്തില്ല? ടാക്സ് ഇല്ല. There is no tax. The cost of debt and cost of equity remain constant. Cost of equity remain, ഒന്ന് ചാങ്ങ കേട്ടോ, remain constant. Cost of debtഉം cost of equityയും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. അസംഷൻ ഏതൊക്കെയാ പറഞ്ഞേക്കുന്നത്? The cost of debt is lower than cost of equity. There is no tax. Cost of debt and cost of equity remain constant. Use of debt in capital structure. Capital structureൽ debt യൂസ് ചെയ്യുമ്പോൾ does not affect the perception of investors. Investorsന്റെ പെർസെപ്ഷനെ അത് അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വേണം. യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് അഫക്ട് ദ പെർസെപ്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ ആ 4 അസംഷനും കിട്ടിയല്ലോ. അതെന്തായിരുന്നു? ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ദർ ഈസ് നോ ടാക്സ്. എന്താണ്? ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റിമൈൻ കോൺസ്റ്റന്റ്. ദ യൂസ് ഓഫ് ഡെപ്റ്റ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് അഫക്ട് ദ പെർസെപ്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ആൻഡ് ദ മെയിൻ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്ത് വെക്കുക നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ. ഇഫ് ദ ഫേം ഡസ് നോട്ട് യൂസ് ഡെപ്റ്റ്, ആ ഒരു ഫേം എന്ത് ചെയ്യുന്നില്ല? ഡെപ്റ്റ് യൂസ് ചെയ്യുന്നേ ഇല്ല. നമുക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും അല്ലെ? ഡെപ്റ്റിന്റെ ഇക്വിറ്റിയുടെ പ്രപ്പോർഷൻ ആണ് എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല? ഡെപ്റ്റ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞായിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെ ആയിരിക്കല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ ഫേം ഡസ് നോട്ട് യൂസ് ഡെപ്റ്റ്, ഇറ്റ്സ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഒരു ഫേം ഡെപ്റ്റ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഫേമിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയായിരിക്കും. ഇപ്പൊ ഓവറോൾ സാധാരണഗതിയിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും ഉള്ള കേസാണെന്ന് വിചാരിക്കുക. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉള്ള കേസാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും ഉള്ള കേസാണ് എങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഉണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും ഉണ്ട്. ഇത് രണ്ടും ഉള്ള കേസിൽ ഫേമിന്റെ ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേരുന്നതായിരിക്കുമല്ലോ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കൂടി ചേരുന്നതായിരിക്കും.
കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇല്ല, ഡെപ്റ്റ് യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നുള്ളത് തന്നെയായിരിക്കും ആ ഫേമിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പൊ ഓർത്ത് വെച്ചാണ് ഇൻക്രീസ് ഇൻ ഡിക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡസ് നോട്ട് അഫക്ട്, കൃത്യമായി ഓർത്ത് വെച്ചാണ്, ഡസ് നോട്ട് അഫക്ട് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഫിനാൻഷ്യൽ ലിവറേജിൽ ഉണ്ടാകുന്ന ഇൻക്രീസോ ഡിക്രീസോ എന്തിനെ അഫക്ട് ചെയ്യത്തില്ല? ഡസ് നോട്ട് അഫക്ട് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെയോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയോ അഫക്ട് ചെയ്യത്തില്ല. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെയോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയോ അഫക്ട് ചെയ്യത്തില്ല. ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ്, ഇൻക്രീസ് ഇൻ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ്, ഡെപ്റ്റ് പ്രപ്പോർഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിൽ, അതായത് ഡെപ്റ്റ് പ്രപ്പോർഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഡിക്രീസ് ദ ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിൽ, അതായത് എന്താണ് പ്രപ്പോർഷൻ, ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ എന്താണ്? കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ഇത്ര ഓർത്ത് വെക്കുക. ഫിനാൻഷ്യൽ ലിവറേജ് നമുക്കറിയാം, ഫിനാൻഷ്യൽ ലിവറേജ് ആണല്ലോ. ഫിനാൻഷ്യൽ ലിവറേജ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്യുന്നു, അതിനർത്ഥം എന്താണ്? ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് കുറയും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, അല്ലെ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും. നേരെ തിരിച്ചാണെങ്കിലോ, ഡെപ്റ്റ് കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. ഡെപ്റ്റ് കുറച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് കൂടും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും, വാല്യൂ ഓഫ് ദ ഫേം കുറയും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ദ ഷെയർ ഹോൾഡേഴ്സ് ഏർണിംഗ്സ്. ഓർത്ത് വെച്ചോണം, ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ? അപ്പൊ എന്താണ്? ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ് increase the shareholders earnings and market value of equity share. Increase the shareholders earnings increase ചെയ്യും, അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ഇൻക്രീസ് ചെയ്യും. അതാണ് പറഞ്ഞത്, ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസസ് ദ ഷെയർ ഹോൾഡേഴ്സ് ഏർണിംഗ്സ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ, ഹെൻസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ്. അതിന്റെ തൽക്ഷണ ഫലമായിട്ട് എന്ത് കൂടും? വാല്യൂ ഓഫ് ദ ഫേമും കൂടും. ആൻഡ് ദ ഫേംസ് ക്യാൻ മേക്ക് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫേം എന്താണ്? ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എത്തുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ at this structure the value of the firm is the highest and the overall cost of capital lowest. ഒരു ഫേം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലാണ് നിൽക്കുന്നതെന്ന് പറയാം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാൽ കറക്റ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി പ്രപ്പോർഷൻ ആണ് എങ്കിൽ അവിടെ എന്തായിരിക്കും? ആ ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. അതായത് ഓർത്ത് വെക്കുക, ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ദ ഫേം, അതായത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരു ഫേം ആണ് എങ്കിൽ അവിടെ വാല്യൂ ഓഫ് ദ ഫേം ഹയസ്റ്റ് ആയിരിക്കും, അതുപോലെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലോവസ്റ്റും ആയിരിക്കും. അതായത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്തുന്ന സിറ്റുവേഷനിൽ വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. ഓർത്ത് വെച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മാത്രം മതി. സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ മതി. എന്താണ്? ദ ഫേംസ് can make the optimum capital structure. കറക്റ്റ് ആയിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി പ്രപ്പോർഷൻ ആണ് എങ്കിൽ അവിടെ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് ഹയസ്റ്റ് ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? വാല്യൂ ഓഫ് ദ ഫേം ഹയസ്റ്റ് ആയിരിക്കും. എന്ത്? ലോവസ്റ്റ് ആയിരിക്കും. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലോവറും ആയിരിക്കും. ഇനി നമുക്ക് അതിന്റെ കമ്പ്യൂട്ടേഷൻ നോക്കാം. അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കമ്പ്യൂട്ടഡ് ബൈ ആഡിംഗ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് the capitalized value of earnings available by the equity shareholders. അപ്പോൾ നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. എന്താണ്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഏർണിംഗ്സ് ക്യാപിറ്റലൈസ് ചെയ്ത വാല്യൂ ആഡ് ചെയ്യണം. It is expressed as എങ്ങനെയാന്ന് നോക്കിയാൽ total value of the firm is equal to market value of equity plus market value of debt. അതായത് V is equal to E plus D. Total value of the firm is equal to market value of equity plus market value of debt. അതായത് V is equal to E plus D. പ്രോബ്ലം ഒന്നും ചെയ്യാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിയത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫോളോവിങ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് E is equal to EBIT minus I divided by K. EBIT minus I എന്ന് പറഞ്ഞാൽ എന്താണ്? EBT divided by cost of equity. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഏർണിംഗ്സ് അവൈലബിൾ ടു, അല്ലെങ്കിൽ എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ്
ഇക്വിറ്റി ക്യാപിറ്റൽ കിട്ടും. അതിനകത്ത് ഐ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ആണ്. EBIT എന്ന് പറഞ്ഞാൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. K എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആണ്. ഓക്കെ ആണല്ലോ. ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ റേറ്റ് KO കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. KO കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ KO കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദി ഫേം. ഇക്വേഷനൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. EBIT ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ദി ഫേം. ഓക്കെ ആണല്ലോ. ഇതാണ് അതിന്റെ ഒരു ഗ്രാഫ് വരുന്നത്. ഗ്രാഫിനകത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. In the above graph, the degree of financial leverage is measured. Degree of ആ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം, സമയം ഒരുപാട് മുന്നേറുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റത്തില്ലേ? ഇനി ആൻസർ പറയാൻ പറ്റത്തില്ലേ? വളരെ സിമ്പിൾ ആണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ പറയാനായിട്ട് പറ്റും. അസേർഷൻ റീസൺ ആണ് പറഞ്ഞേക്കുന്നത്. അസേർഷൻ നോക്കിയേ, ഇൻക്രീസ് ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദ ഫേം ക്യാപിറ്റൽ സ്ട്രക്ചർ റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇൻക്രീസ് ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. റീസൺ പറഞ്ഞേക്കുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ജനറലി ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ശരിയല്ലേ? ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ അല്ലേ? അതായത് നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് അവർ അസ്യൂം ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് ആൻഡ് റിമൈൻ കോൺസ്റ്റന്റ്. ബൈ ഇൻക്രീസിംഗ് ദ കോസ്റ്റ് ഓഫ് പ്രപ്പോർഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പ്രപ്പോർഷൻ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതും നിങ്ങൾക്ക് പറയാനായിട്ട് ഇനി പറ്റും. നോക്കിയേ, അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് ദ വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ക്യാപിറ്റൽ സ്ട്രക്ചർ. വാല്യൂ ഓഫ് ദ ഫേം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ? റെലവൻസ് തിയറി അല്ലേ? സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയേ, ദ നെറ്റ് ഇൻകം അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റിമൈൻ കോൺസ്റ്റന്റ്. അസംഷനകത്ത് പറഞ്ഞല്ലേ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ് അല്ലെ? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ true. The net income approach suggests that the firm's values can be maximized and overall cost of capital minimized by altering the capital structure provided that the cost of debt and equities remain constant. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ അസംഷൻസ് ദ നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചിന്റെ അസംഷൻ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. Tax is significantly affects the cost of debt. Cost of debt increases with an increase in financial leverage. Cost of debt increases within an increase in financial leverage. Cost of equity increases within an increase in debt proportion. Cost of debt is lower than cost of equity. ഇതിനകത്ത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ അസംഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാ? പെട്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ പറയാൻ പറ്റണം. നമ്മളിപ്പോ പഠിച്ചതല്ലേ ഉള്ളൂ. ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? അതായത് നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഓൾവേസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അടുത്തത് നോക്കിയേ, a company has decided to increase the debt proportion and reduce its overall cost of capital. A debt proportion increase ചെയ്ത overall cost of capital reduce ചെയ്യാനായിട്ട് firm തീരുമാനിച്ചു. Based on net income approach അനുസരിച്ച് what will happen if debt proportion is increased too much? ഒരുപാട് debt proportion increase ചെയ്താൽ എന്ത് സംഭവിക്കും? Overall cost of capital will approaches the cost of equity ആണോ? Overall cost of capital will approach the cost of debt but cannot equal it ആണോ? അതോ എന്താണ്? The value of the firm will decrease ആണോ? അതോ cost of debt will start increasing rapidly? ഇവിടെ ശ്രദ്ധിക്കുക, the firm has decided to increase the proportion and reduce the cost of capital. അവിടെ ഇവിടെ എന്തിന്റെ പ്രപ്പോർഷൻ ആണ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്? ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ ആണ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇക്വിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ടോ? ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റ് മാത്രമാണെന്നല്ല പറയുന്നത്, ഡെപ്റ്റും ഇക്വിറ്റിയും ഉണ്ട്. അതിനകത്ത് ഡെപ്റ്റിന്റെ പ്രപ്പോർഷൻ അങ്ങ് കൂട്ടുകയാണ്. അങ്ങനെ കൂടുതലായിട്ടും ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞേ, മൊത്തം അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഓവറോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയി മാറുമോ? ഇല്ല, ബിക്കോസ് അവിടെ എന്തുകൂടി ഉണ്ട്? ഇക്വിറ്റിയുടെ ഒരു ചെറിയ പോർഷനും കൂടി ഉണ്ട്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? അതായത് അക്കോർഡിംഗ് ടു നെറ്റ് ഇൻകം അപ്രോച്ച്, ഇൻക്രീസ് ദ ഡെപ്റ്റ്
lower the overall cost of capital and its approaches to cost of debt. However, it cannot equal to cost of debt because all the debt of the firm does not exist in the practice. അതായത് എല്ലാം ഡെപ്റ്റ് ആണ് എന്നല്ല പറഞ്ഞേക്കുന്നത്, അല്ലെ എല്ലാം ഡെപ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഫേമിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. സോ അവിടെ എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്താണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആകത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ അപ്രോച്ചസ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ബട്ട് കനോട്ട് ഈക്വൽ. രണ്ടും ഈക്വൽ ആകില്ല. ഈക്വൽ ആകണമെങ്കിൽ അവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇല്ലാതാകണം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇല്ലാതെ ഒരു ഫേം റൺ ചെയ്യുവോ? ഇല്ല. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അണ്ടർ ദ നെറ്റ് ഇൻകം അപ്രോച്ച് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ്. വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റ് പ്രപ്പോർഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഡെപ്റ്റ് പ്രപ്പോർഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും. ശരിയാണ്. ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ജനറലി ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ശരിയാണ്. ആൻ ഇൻക്രീസ് ഇൻ ഡെപ്റ്റ് reduces the overall cost of capital. ശരിയല്ലേ? രണ്ടും ശരിയല്ലേ? അസേർഷനും റീസണും ശരിയാണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ സാധൂകരിക്കുന്നുണ്ട്, അല്ലെ? The net income approach suggests that the increase the debt in the capital structure reduces the overall cost of capital due to the lower cost of debt, thereby increasing the firm's value. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്തതും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് തന്നേക്കാണ്. ദ നെറ്റ് ഇൻകം അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റിമൈൻ കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ശരിയാണ് അല്ലെ? റീസൺ നോക്കിയേ, ചേഞ്ച് ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ affects the investors perception leads to change in KE and KD. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിലും കോസ്റ്റ് ഓഫ് ഡെപ്റ്റിലും ചേഞ്ച് ഉണ്ടാകും. ഇൻവെസ്റ്റേഴ്സിന്റെ പെർസെപ്ഷനെ അഫക്ട് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിന്റെ പെർസെപ്ഷനെ അഫക്ട് ചെയ്യുമെന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? അല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്, അല്ലെ? ദ നെറ്റ് ഇൻകം അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് ദ കോൺസ്റ്റന്റ് KD and KE which is unaffected by ചേഞ്ച് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ദ റീസൺ ഈസ് റീസൺ തെറ്റായിട്ടാണ്, കോൺട്രഡിക്ടറി ആയിട്ടാണ് തന്നേക്കുന്നത്. അല്ലേ മക്കളെ? മനസ്സിലായോ ക്വസ്റ്റ്യൻ എന്താണെന്ന്? ദ നെറ്റ് ഇൻകം അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റിമൈൻ കോൺസ്റ്റന്റ് റെസ്പെക്റ്റീവ് ഓഫ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ശരിയാണ്. ഇനി അടുത്തത് നോക്കിയേ, ഈ റീസൺ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ചേഞ്ച് ഇൻ ദി പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റിനകത്ത് ഇക്വിറ്റിക്കകത്തോ ഉണ്ടാകുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇൻവെസ്റ്റേഴ്സിന്റെ പെർസെപ്ഷനെ അഫക്ട് ചെയ്യുന്നില്ല എന്നൊരു അസംപ്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. സോ അതിനെ കോൺട്രഡിക്ടറി ചെയ്യല്ലേ, അഫക്ട് ചെയ്യുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ അത് റീസൺ തെറ്റാണ്. അടുത്ത നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ്. സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, അക്കോർഡിംഗ് ടു നെറ്റ് ഇൻകം അപ്രോച്ച് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് the optimum capital structure is the one where the overall cost of capital is at the minimum. ഓർത്ത് വെച്ചേ, അക്കോർഡിംഗ് ടു നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വരികയാണെങ്കിൽ വൺസ് വേർ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് മിനിമം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ദ നെറ്റ് ഇൻകം അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് ദ യൂസ് ഓഫ് ഡെപ്റ്റ് does not affect the risk perception of equity shareholders. Equity shareholdersന്റെ റിസ്ക് പെർസെപ്ഷനെ ഒട്ടും അഫക്ട് ചെയ്യുന്നില്ല ഡെപ്റ്റ് പ്രപ്പോർഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ, അല്ലെ? അതായത് നെറ്റ് ഇൻകം അപ്രോച്ച് ഐഡന്റിഫൈസ് ദ എന്താണ് മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ as the optimum capital structure. It assumes that the risk perception remain unaffected by the increased use of debt. അടുത്ത ക്വസ്റ്റ്യനും ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, the net income approach conclude that the financial leverage has no impact on the firm's value. Financial leverage no impact on the firm value. Firm value യാതൊരു രീതിയിലുള്ള ഇമ്പാക്റ്റും ഇല്ല. The approach assumes that the debt financing is the cheaper than equity financing. Equity financingനേക്കാളും cheaper ആയിട്ടുള്ള debt financing ആണ്. രണ്ടും ശരിയാണോ? ഏതാ ആൻസർ വരുന്നത്? സി അല്ലേ? അതായത് നെറ്റ് ഇൻകം അപ്രോച്ച് ഡയറക്ട്ലി കോൺട്രഡിക്ട് ദ സ്റ്റേറ്റ്മെന്റ് 1 അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 തെറ്റായിട്ടല്ലേ തന്നേക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞേക്കുന്നത്? ദ നെറ്റ് ഇൻകം അപ്രോച്ച് എന്നാണ് കൺക്ലൂഡ് ദാറ്റ് ദ ഫിനാൻഷ്യൽ ലിവറേജ് ഹാസ് നോ ഇമ്പാക്ട് എന്ന. ഫിനാൻഷ്യൽ ലിവറേജിന് ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ടല്ലോ. ഡെപ്റ്റ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, എന്താണ് നമ്മുടെ ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. സോ അത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലെ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്താണ്? ആസ് ഇറ്റ് സ്റ്റേറ്റ്സ്
that the financial leverage impact on the firm's value. However, it does not assumes that the debt is a cheaper than equity. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയും അതിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകളുമാണ് കണ്ടിരുന്നത്. ഇച്ചിരി സ്പീഡിലൊക്കെയാണ് പോയത്, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നെറ്റ് ഇൻകം അപ്രോച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്, മൊഡിഗ്ലാനി മില്യൺ അപ്രോച്ച് ഉണ്ട്. ഇത് 6 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ഷുവർ ആയിട്ട് PSCക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ പഠിക്കാതെ പോകരുത്, കൃത്യമായി പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞങ്ങളുടെ ചോദ്യപ്പെട്ടി ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. അതായത് 10 മൊഡ്യൂളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യനുകൾ, ലൈവ് ഡിസ്കഷനുകളാണ് നമ്മൾ നടത്തുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. നമ്മളുടെ റാങ്ക് ഫയലും അവൈലബിൾ ആണ്, അതും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ ഏരിയ ആണ് വേണ്ടത് എന്നുള്ള കാര്യമൊക്കെ കമന്റ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ആണോ, അല്ലെങ്കിൽ MCQ ഡിസ്കഷൻ ആണോ വേണ്ടത്, ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലാസ് ആയിട്ടാണോ വേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങളുടെ സജഷനുകൾ നൽകാവുന്നതാണ്. അതിനനുസരിച്ച് മറ്റ് ക്ലാസ്സുകൾ ഇംപ്രൂവ് ചെയ്ത് മറ്റ് ക്ലാസ്സുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.